ലോകത്തിൻ്റെ ക്ലോണിംഗ് ടെക്നോളജിയുടെ ആദ്യ പാഠം പഠിപ്പിച്ചത് ഭാരതത്തിൻ്റെ സ്വന്തം വേദവ്യാസനാണെന്ന് എത്ര പേർക്കറിയാം. അന്ന് ആ ടെക്നോളജിക്ക് പറഞ്ഞിരുന്നത് കുംഭഗർഭം എന്നാണ്. ആ കഥയിലേക്ക് നമുക്ക് കടക്കാം. ഒരിക്കൽ വേദവ്യാസൻ ഹസ്തിനാപുരിയിലെത്തി. ഗാന്ധാരി അദ്ദേഹത്തെ യഥോചിതം പൂജിച്ച് സത്കരിച്ചു. പ്രീതനായ മഹർഷി അവളോട് ഇഷ്ടമുള്ള വരം ആവശ്യപ്പെട്ടുകൊള്ളുവാൻ പറഞ്ഞു. തൻ്റെ ഭർത്താവിനെ പോലെ ബലവാന്മാരായ 100 പുത്രന്മാർ തനിക്കുണ്ടാകണമെന്ന് അവൾ വരം ചോദിച്ചു. തുടർന്ന് അവൾ 2 വർഷം ഗർഭിണിയായിരുന്നു. അതിനിടയിൽ കുന്തി യുധിഷ്ഠിരനെ പ്രസവിച്ചു. സ്ത്രീ സഹജമായ അസൂയയാലോ സംഭ്രമത്താലോ അവൾ ഭർത്താവ് അറിയാതെ ഗർഭം സ്രവിപ്പിച്ചു. ഇരുമ്പുണ്ട പോലെ ഉറപ്പേറിയ ഒരു മാംസപിണ്ഡമാണ് പുറത്തു വന്നത്. 2 വർഷത്തോളം ഗർഭഭാരം പേറിയിട്ടും ഫലം ഇങ്ങനെയായല്ലോ എന്നോർത്ത് നിരാശ പൂണ്ട അവൾ അതിനെ വലിച്ച് ദൂരെത്തെറിയാൻ നിശ്ചയിച്ചു. യോഗദൃഷ്ടി കൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയ വേദവ്യാസൻ ഉടനെ അവിടെ എത്തി. അദ്ദേഹം ചോദിച്ചു, സുബലപുത്രി, നീ എന്തു ചെയ്യാൻ ഒരുങ്ങുന്നു? ഗാന്ധാരി വേദവ്യാസ മഹർഷിയോട് ഉള്ളു തുറന്ന് സംസാരിച്ചു. അവൾ പറഞ്ഞു, ഭഗവൻ, അങ്ങയുടെ ആശീർവാദത്താൽ എനിക്ക് ഗർഭമുണ്ടായി. പക്ഷേ കുന്തിയാണ് ആദ്യം പ്രസവിച്ചത്. 2 വർഷം തികച്ച് ചുമന്നുകൊണ്ട് നടന്നിട്ടും ഈ മാംസപിണ്ഡമാണ് പിറന്നത്. എന്തു ഫലം? വേദവ്യാസൻ പറഞ്ഞു, ഗാന്ധാരി, എൻ്റെ വരം വ്യർത്ഥമാവുകയില്ല, എൻ്റെ വാക്ക് കള്ളവുമാവുകയില്ല. എന്തെന്നാൽ ഞാൻ ഒരിക്കലും കളിയായിട്ട് പോലും കള്ളം പറഞ്ഞിട്ടില്ല. നീ ഇനി 100 പാത്രങ്ങൾ സംഭരിക്കണം. അവയിൽ നെയ്യൊഴിച്ചിട്ട് ഈ മാംസപിണ്ഡത്തിൽ തണുത്ത വെള്ളം തെളിക്കുക. വെള്ളം തെളിച്ചതോടെ മാംസപിണ്ഡം 100 കഷണങ്ങളായി പിളർന്നു. പെരുവിരലോളം മാത്രം വലിപ്പമുള്ള 100 കഷ്ണങ്ങൾ, ഒരു കഷ്ണം അധികമായി വന്നു. വ്യാസന്റെ ആജ്ഞയനുസരിച്ച് നെയ്യൊഴിച്ച പാത്രങ്ങളിൽ ഓരോ കഷ്ണവും എടുത്തിട്ട് അടച്ചു വെച്ചു. വ്യാസൻ പറഞ്ഞു, ഇനി 2 വർഷം കഴിഞ്ഞ് ഈ പാത്രങ്ങൾ തുറന്നാൽ മതി. അനന്തരം വ്യാസമഹർഷി തപസ്സിനായി ഹിമാലയ പ്രാന്തങ്ങളിലേക്ക് പോയി. യഥാകാലം ആ മാംസകഷ്ണങ്ങളിൽ നിന്നും ദുര്യോധനൻ തുടങ്ങിയ പുത്രന്മാർ ജനിച്ചു. ദുര്യോധനൻ ജനിച്ച ദിവസം തന്നെയായിരുന്നു പരാക്രമശാലിയായ ഭീമനും പിറന്നത്. ദുര്യോധനൻ ജനിച്ച ദിവസം അന്തരീക്ഷത്തിൽ ഒരുപാട് അപശകുനങ്ങളുണ്ടായിരുന്നു. ആ കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്